ടെക് മീഡിയ സെൻ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു കിടിലൻ ട്രിക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മുടെ വിൻഡോസിൽ ഓരോ ആപ്ലിക്കേഷനും പ്രത്യേകമായി ഇൻ്റർനെറ്റ് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. സാധാരണയായി നമ്മൾ മൊബൈൽ ഫോണിലൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇതിന് മാത്രമായി ചിലപ്പോഴൊക്കെ നെറ്റ് ഓഫ് ചെയ്ത് വെക്കാറുണ്ട്. വിൻഡോസിൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയ്ക്ക് കിടക്കുന്ന മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ആദ്യമായി ചെയ്യേണ്ടത് വിൻഡോസിൻ്റെ സെർച്ച് ബാറിൽ പോയിട്ട് ഡിഫൻഡർ ഫയർവാൾ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ കാണുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു വിൻഡോ ആണ് നമുക്ക് ഓപ്പണായി വരുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഔട്ട്ബൗണ്ട് റൂൾസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണുന്ന ന്യൂ റൂൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പണായി വരുന്നത് കാണാം. ഇവിടെ പ്രോഗ്രാം ടിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത് ഏത് ആപ്ലിക്കേഷനാണോ ബ്ലോക്ക് ചെയ്യേണ്ടത് അതിൻ്റെ പാത്താണ്. നിങ്ങൾക്ക് അതിൻ്റെ പാത്ത് അറിയാമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ബ്രൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എവിടെയാണോ പ്രോഗ്രാം സേവ് ചെയ്തേക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതും അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ആ പ്രോഗ്രാമിൻ്റെ ഐക്കൺ കാണാമല്ലോ, അതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുക്കുക. ഇവിടെ നമുക്ക് ടാർജറ്റ് എന്നൊരു സെക്ഷനിൽ ആ പ്രോഗ്രാമിൻ്റെ പാത്ത് കാണാൻ സാധിക്കും. അത് കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടെ അത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് പാത്തിൻ്റെ രണ്ട് വശത്തുമുള്ള ഇൻവെർട്ടഡ് കോമാസ് ഡിലീറ്റ് ചെയ്ത് കളയാം. അടുത്ത നെക്സ്റ്റ് അടിക്കുക. ഇവിടെ ബ്ലോക്ക് ദി കണക്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. ഇനി ഇവിടെ ഈ കാണുന്ന ഈ 3 ഓപ്ഷനും ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമുക്കൊരു പേര് കൊടുക്കാം. ഈ പേരായിരിക്കും നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. ഞാനിവിടെ ഒരു പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ താഴത്തെ കാണുന്നത് ഓപ്ഷനിലാണ്, അതുകൊണ്ട് അവിടെ ഒന്നും കൊടുക്കുന്നില്ല. ശേഷം ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ആ പുതിയ റൂൾ ആ സോഫ്റ്റ്വെയർ ഇൻ്റർനെറ്റ് ബ്ലോക്ക് ചെയ്തേക്കുന്നത്. ഇവിടെ കാണാം ബാക്കി എല്ലാ ഐറ്റത്തിനും നേരെയും ടിക്ക് മാർക്കാണ്. ഇനി നമുക്കിത് അൺബ്ലോക്ക് ചെയ്യണമെങ്കിൽ ആ പേരിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് കൊടുക്കുക. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ റൂള് ഡിലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പം ആ ആപ്ലിക്കേഷൻ വീണ്ടും ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് തുടങ്ങും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം.